ടെക്നോക്രാറ്റിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരകായ പ്രവേശമായിരുന്നില്ല മൻമോഹൻ സിംഗിന്റേത്. ജീവിതം പഠിപ്പിച്ച ലാളിത്യം കൊണ്ട് മൻമോഹൻ എക്കാലവും നേതാക്കൾക്കിടയിൽ വ്യത്യസ്തനായിരുന്നു. കറകളഞ്ഞ രാഷ്ട്രീയ നേതാവിനപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷണമാണ് മൻമോഹൻ സിംഗിന് ചേരുക. This budget represents a contribution to the successful implementation of this great national enterprise of building an India free from the fear of war, want and exploitation, an India worthy of the dreams of the founding fathers of our republic. We shall pay any price, bear any burden, make any sacrifice to realize those dreams. India is on the move again. We shall make the future happen. 1991 ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസത്തിനകം ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റേതാണ് ഈ വാക്കുകൾ. ഉഷിരൻ പ്രസംഗം കൊണ്ടും ശൈലി കൊണ്ടും അണികളെ ആവേശക്കൊടുപിടിയിലെത്തിക്കുന്ന ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ അല്ലാതിരുന്നത് കൊണ്ട് മാത്രം അണ്ടർ റേറ്റഡ് ആയി പോയ വാക്കുകൾ. 30 വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ആകെത്തുകയായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ഇന്ത്യയുണ്ട്. ആഗോള ശക്തിയായി തന്നെ കറകളഞ്ഞ രാഷ്ട്രീയ നേതാവിനപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷണമാണ് മൻമോഹൻ സിംഗിന് ചേരുക. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ച മിതഭാഷിയായ ആ മണി മാൻ. ടെക്നോക്രാറ്റിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരകായ പ്രവേശമായിരുന്നില്ല മൻമോഹൻ സിംഗിന്റേത്. മൻമോഹൻ ഒരിക്കലും ജനകീയ നേതാവായിരുന്നില്ല. പ്രധാനമന്ത്രി ആയപ്പോൾ പോലും രാഷ്ട്രീയ നേതാവിനപ്പുറം മൻമോഹനിലെ ഇക്കണോമിസ്റ്റ് ഒരു പടി മുന്നിൽ നിന്നു. വിട്ടുവീഴ്ചയില്ലാത്ത സാമ്പത്തിക വിദഗ്ധനിൽ നിന്ന് ഒത്തുതീർപ്പിലെത്തുന്ന രാഷ്ട്രീയക്കാരനിലേക്കുള്ള ദൂരം മൻമോഹനെ സംബന്ധിച്ച് അത്ര ചെറുതുമായിരിക്കില്ല. നരസിംഹറാവുവിനൊപ്പം ഉണ്ടായിരുന്ന 90കളിലായിരിക്കണം മൻമോഹൻ സിംഗിലെ രാഷ്ട്രീയക്കാരനെയും സാമ്പത്തിക വിദഗ്ധനെയും സംയോജിപ്പിച്ചത്. അമിതാഹ്ലാദമോ അതിഗംഭീര പ്രസംഗങ്ങളോ ഇല്ലാതെ ജീവിതം പഠിപ്പിച്ച ലാളിത്യം കൊണ്ട് മൻമോഹൻ എല്ലാ കാലവും നേതാക്കൾക്കിടയിൽ വ്യത്യസ്തനായി. കോൺഗ്രസ് ഗ്രൂപ്പ് പോരുകളിലും സഖ്യകക്ഷി പടലപ്പിടക്കങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ മൻമോഹൻ സിംഗ് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി, നരസിംഹറാവു തുടങ്ങിയ സുപ്രധാന നേതാക്കളോടെല്ലാം അടുപ്പമുണ്ടായിരുന്നപ്പോഴും വ്യക്തിപരമായി മൻമോഹൻ സിംഗ് എപ്പോഴും അകലം പാലിച്ചു. രാജ്യ വളർച്ചയ്ക്കായി സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം വഴങ്ങിയിരുന്നില്ല. പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. സഖ്യകക്ഷികളെ സംയോജിപ്പിക്കാനോ അവർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനോ മൻമോഹൻ സിംഗിന് കഴിഞ്ഞില്ല. പക്ഷേ പാർട്ടിക്കകത്തും പുറത്തും മാന്യത പുലർത്താൻ തലക്കനമില്ലാത്ത ആ തലപ്പാവുകാരൻ എപ്പോഴും ശ്രദ്ധിച്ചു. വിമർശനങ്ങൾ പോലും മാന്യമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.